ചോദിച്ചോട്ടെ. ഞാൻ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. ഇതില് ആദ്യം ഇഷ്ടമായത് ശരിക്കും രണ്ടുപേരിൽ ആർക്കാണ് ഇഷ്ടം പറഞ്ഞത് വേണ്ട, ഇഷ്ടം മനസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്? അറിയാലോ. അല്ലല്ല, അത് അഞ്ജലിയുടെ തോന്നലല്ലേ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവനിപ്പോ ഉള്ള സത്യം പറഞ്ഞു. എനിക്ക് ലോട്ടറി അടിച്ചതാണ്. അവൻ 5 പേരെ നോക്കിയതിൽ ഒരാളായിരുന്നു. മോഹൻലാലിനെയാണോ മമ്മൂട്ടിനെയാണോ ഇഷ്ടം? മോഹൻലാൽ വെളുത്ത് മമ്മൂട്ടി കറുത്തത്. ഇതിലാരാ ദേശീയക്കാരനാണ്? ദേശീയക്കാരൻ ആർക്കാ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ദേശീയക്കാരൻ? ഇത് പൊക്കം കാണിക്കില്ല, തിരിഞ്ഞു നോക്കുമ്പോൾ കാണത്തില്ല. ഇല്ലില്ല നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാ സൗന്ദര്യം കൂടുതലുള്ളത്? ഇതിലും താഴോട്ടെടുത്ത് കല്യാണം മുടക്കും. ഇതിൽ ആരാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി? അത് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. സത്യം അവൻ ആദ്യം മീൻ മേടിക്കുക, കറി വെക്കുക. ഇന്നലെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കഴിക്കാറാകുമ്പോഴേ രണ്ടുപേരിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. കറക്റ്റ് ഉത്തരാട്ടോ. വെള്ളം വെക്കാനും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ഒരു വിശ്വാസം അത്. രണ്ടെണ്ണം ശരിയായല്ലേ? 5 എണ്ണത്തില് നിങ്ങൾ ആരാ ആദ്യം ഗിഫ്റ്റ് കൊടുത്ത്? കണ്ടിട്ട് പറയില്ലേ? ആദ്യത്തെ ഗിഫ്റ്റ് മറന്നുപോയി. അതിന് നല്ല വെയിറ്റ് ഉള്ള ആളിയാ. തലക്കെട്ടോണ്ട് കൊടുക്കും. 2000 രൂപയൊക്കെ മറന്നു പോകും. നിങ്ങൾ അതിലൊരു സജഷൻ പറയുമ്പോൾ കൂടുതൽ ആരുടെ സജഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാറുള്ളത്? തീരുമാനം ആരുടെയാന്ന് ചോദിച്ചത്? പിന്നെ നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള പ്രണയത്തില് ആരുടെ ഫാമിലിയാ കൂടുതൽ സപ്പോർട്ടീവായ? ഉറപ്പില്ലേ? അല്ല, എന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ വരാൻ നടക്കിയല്ലോ. ചോദിക്കും, ബാക്കിയുള്ളവരും ചോദിക്കും. നിങ്ങളുടെ ഏറ്റവും അവസാനം അടി ഉണ്ടാക്കിയ ഒരു ദിവസം ചോദിച്ചേ. ഏറ്റവും അവസാനം അടി ഉണ്ടാക്കിയ ഇനി വരാൻ പോകുന്നല്ലോ. അല്ല, പിന്നെ വിചാരിച്ച വേറെ ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കുക, അഞ്ജലിയായിട്ട് അടി ഉണ്ടാക്കുക. നീയാണോ? അപ്പൊ പ്രശ്നം അവിടെ തീർന്നു. പഴക്കം കേട്ടോ. അതെ. നിങ്ങളുടെ ഏറ്റവും പാവാരാ? ഇത്ര ശുദ്ധ പാവം, സൗന്ദര്യം, അറിയാവുന്ന നല്ല മുന്നേ പിന്നെ കല്യാണം നടത്തുക. സൗന്ദര്യം, പാവം, കുട്ടി അറിയാവുന്നത്. നിങ്ങൾ രണ്ടും ഫോൺ വിളിക്കാൻ നേരത്ത് ഏറ്റവും അവസാനം വെക്കാൻ നേരത്ത് ആരാണ് എനിക്ക് മുമ്പ് വരാമോ എന്ന് ചോദിക്കുന്ന ആരാണ്?
അളിയൻ ചോദിക്കാറില്ല. 28 ഉള്ളത് പറയണം. കുട്ടിയിരിക്കുമ്പോഴാണ് ഉമ്മ സത്യം പറയാം. ഉള്ളത് പറ. ആരാ കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് അത് പറ ആരാ ആദ്യം കൊടുക്കുന്നത്? അവസാനത്തെ ഇപ്പം അവരില്ല ഒരാൾ ആ നമ്മുടെ എന്നാ ഇത് ഞാൻ ഇതിനെ കണ്ടിട്ട് റിമോട്ട് എടുക്കുന്നത് 28 എന്നുള്ള ചിന്തയുള്ളൂ. അതിന് വേറെ ആൾക്കാരാണെങ്കിൽ ഫുൾ ടൈം എലി കൊടുത്ത് ശബ്ദമൊക്കെ അതിന്റെ കാര്യത്തിൽ ആദ്യം വർത്താനം തലേക്കൊത്ത് നിൽക്കും 2 താരം ഇരിക്കുന്ന കസേര സ്കൈപ്പ് വിളിക്കുമ്പോ പോലെ എലി ഓടുക. ടോപ്പിക്ക് മാറുണ്ടാവും. ഉത്തരങ്ങൾ മാറട്ടെ. ആദ്യം അവസാനം അല്ല ഫോൺ വിളിച്ചാലും ആദ്യം പറയുന്നതാരാ ഇപ്പൊ അവള് പറയാം എനിക്ക് അല്ലെങ്കിൽ നീ പറയാം അഞ്ജലി കാത്തിക്കോ കാത്തിക്കോ ആൻസർ പറ. എന്തിനും അവള് പറഞ്ഞു ആ ഞാൻ തെറ്റിപ്പോയി. പിന്നാലെ നൈസായിട്ട് നീക്കുവാണ്. ഇത്രയും നല്ല ഇതുണ്ട്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും നല്ല വണ്ടി കിട്ടിയാലോ. ഞാൻ മുമ്പ് കൊടുക്കാറില്ല ഇനി സമയമുണ്ടെന്ന്. പെമ്പിള്ളേരുടെ സൈഡിൽ നിന്ന് ചോദ്യം ഇതിനകത്ത് കൂടുതൽ ഡ്രസ് സെലക്ഷൻ ഉള്ള ആൾക്കാർ. എന്നിട്ടാണ് ഒരു ഫോട്ടോ എടുക്കാൻ ഇത് ഒന്നിനും വില കൊള്ളത്തുണ്ട്. എന്റെ പൊന്നഞ്ജലി നീ 2-3 ബുക്ക് ആൾക്കാരെന്താ വിചാരിക്കും. പിന്നെ ആളൊന്നും പറയൊന്നുമില്ല. രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആര്? അയ്യോ അത് നല്ല ചോദ്യം കുക്ക് ചെയ്യുന്നത്. ഒരുപോലെ വന്നില്ലെങ്കിൽ ഇവിടെ അടി കിടക്കും. നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമില്ലേ. അല്ല അവരുടെ വീട്ടിൽ ചെന്ന് ആർക്കും ഫുഡ് കിട്ടത്തില്ല. അവർ രണ്ടുപേരും അല്ലേ കഴിക്കും. നിങ്ങളുടെ സ്നേഹമുള്ള ആൾക്കാർ ഇല്ല സ്നേഹമുള്ള ആൾക്കാർ പിന്നെ ഏറ്റവും നിങ്ങളാണെന്ന് ചോദിച്ചു. സ്നേഹമുള്ള ആൾക്കാർ പിന്നെ പോയി പറയുന്നത് എന്നിട്ടും പിന്നെ അതാ അറിയാം അതേ ബുക്കുകളും അറിയാം. അഞ്ജലിക്ക് അവിടെ ഇല്ല. അതിലും പോയി സ്നേഹം പോലും ഇല്ല. തീറ്റിക്ക് കാണിക്കില്ല. ഒരു തെറ്റ് സ്നേഹം പോലും ഇല്ല. അല്ലെങ്കിൽ ഇച്ചിരി ഫുഡെങ്കിലും ഉണ്ടാക്കി തന്നെ. ഞാനൊക്കെ ഇച്ചിരി ഫുഡെങ്കിലും ഉണ്ടാക്കി തന്നോണ്ടാ പിടിച്ചിരിക്കുന്നത്. ഞാൻ സത്യം വരുന്ന ആളെ ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി തരുന്നോണ്ടാ. അല്ലാതെ യോജനകളും വരുന്നതല്ല അപ്പൊ നോട്ട് ദ പോയിന്റ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ ഞാൻ ചോദിക്കുന്നില്ലേ? ആ മീനും പറ്റില്ല അടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നില്ല. ആരില്ലേ? ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങളിൽ ആർക്കാ ഞാൻ ഏറ്റവും ഡീസന്റ് ആയിട്ട് തോന്നുന്നു? നിങ്ങൾ ആർക്കാ? നീയോ? അങ്ങനെയല്ല, അവർ രണ്ടുപേരും. നിങ്ങളിൽ ആർക്കാ ഞാൻ ഏറ്റവും കൂടുതൽ ഡീസന്റ് ആയിട്ട് തോന്നുന്നത്? ആരും പൊക്കുന്നില്ല. അതാ ഞാൻ പൊക്കാൻ. വെള്ളം അങ്ങ് നോക്കുക. നീ ഡീസന്റ് ആണ്. അത് തോന്നണ്ടേ അല്ലേ? ഇതിലാർക്ക് കലാപരമായ കഴിവുള്ളത്? കായികപരമായിട്ട് ആർക്കും കഴിവുള്ള സ്പോർട്സിൽ ആർക്കും കഴിവുള്ള ആ തെറ്റി. അഞ്ജലി വിചാരിച്ച നീ വലിയ സ്പോർട്സുകാരനാണ്. ആ ഒറ്റ കാണുന്നുണ്ടാ കെട്ടില്ല. നിങ്ങൾ ചോദിക്കുന്നില്ല ആരും? കൊറേ നേരമായിട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഐ ലവ് യു പറയുന്നവരാ? കല്യാണത്തിൽ ലേറ്റ് മാറ്റേണ്ട വരും. ഇപ്പൊ അഞ്ജലി അങ്ങ് കേറിയിട്ട് അതങ്ങ് വലിച്ചു കയറി. ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ അടിക്കായിരുന്നെങ്കിൽ. അറിയില്ല. അല്ല
പറ്റിയതാ, അർത്ഥം മാറിപ്പോയതാ. മലയാളത്തിന്റെ അർത്ഥം മാറിപ്പോയി. ഐ ലവ് യുവിന്റെ അർത്ഥമാണോ അന്നേരം അത് ഒന്നുകൂടി പറഞ്ഞേ. അല്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പറയുന്ന ആ, അതന്നെ. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. ഇല്ലതായി ഒന്ന് പറഞ്ഞേ. നമ്മളെ കിട്ടാ സങ്കടം കൊണ്ട് ഇറങ്ങി പോകുന്നത്. ഏറ്റവും കൂടുതൽ പോകുമ്പോൾ വിളിച്ചാൽ അടുത്ത് പോയില്ല. ആരെയും ചോദിക്കണ്ട. അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ തമ്മിൽ ഔട്ടിങ്ങിന് മുമ്പ് എത്ര കാശ് ഇറക്കുന്നവരാ? നീ എപ്പോഴും ചാർജ് കാണണം. എപ്പോഴും പോകുന്നത് ഔട്ടിങ്ങിന് പോകാറില്ല. ഏത് സമയം ലുലുവില്ല. ഔട്ടിങ് വേണ്ട, ലുലുവിലേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കുന്നവരാ. ലുലു അല്ലെങ്കിൽ മദീനമാണ്. എവിടെയെങ്കിലും പൈസ സത്യം വന്ന ഉബൂസു പൈസ ഞാൻ മുക്കിയാണ്. അഞ്ജലിയുടെ വൈതാവണ്ടാണ് ജീവിക്കുന്നതല്ലേ ആ, പിന്നെ ഇന്നത്തേക്കുള്ളതായി. ഞങ്ങള് ചോദിക്കാം. അതാ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നോട് വെളിയിൽ പോയി തല്ലി തീരുമാനിക്കും. ആൾക്കാരിരിക്കട്ടെ. നിങ്ങൾ ഏറ്റവും കോംപ്രമൈസ് ചെയ്യുന്നവരാ? ക്ഷമിക്കുന്നത് കളിയാ എന്താ കളി ഇത്ര മടി? അത് തന്നെ. എന്നടാ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ ₹10 ചോദിച്ചു. ഇപ്പൊ മനസ്സിലായി കോംപ്രമൈസ് തലക്ക് അടി വരെ കിട്ടി. തലക്ക് അടി കൊടുത്തിട്ട് അഞ്ജലി പറയും ഞാനാ കോംപ്രമൈസ് ചെയ്തത്. പാസ്മാർക്കാരായിട്ടില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കള്ളത്തരമുള്ള ആൾക്കാ. കുറച്ച് ഇതിന്റെ കള്ളത്തരം ഇടയ്ക്ക് എന്നാലും ഒരു നീ ഗോൾ പിടിക്കാൻ മെസ്സിയാണെന്ന് വേറെ കാര്യം പറയുന്നു. മനസ്സിലായല്ലേ? അയ്യോ, അയ്യോ. പിന്നെ നീ വേറെ ഒരു ബന്ധം നോക്കണം. എന്നാ ശരി. ഏറ്റവും ഫെമിനൊരു ചോദ്യം പാസ് ചോദിക്കണം. മാർക്ക് ഇല്ലാതെ നിങ്ങളെ പറഞ്ഞു വിടണം. അല്ല ഇതുവരെ പാസ്മാർക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ പാസ്മാർക്ക് ആയിട്ടില്ല. എവിടെയും അളിയനാ മുന്നില്. ഞങ്ങള് വീട്ടിൽ വേണ്ടി ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളത് പാസ്സാക്കി സ്കൈപ്പിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കണ്ടുപിടിക്കുന്ന ആരാണ്? ആ ഓഷ ഒന്നും കൂടി